ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് റമദാൻ സീരീസിനെ നെക്സ്റ്റ് ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ ചിക്കൻ ബണ്ണ്. അപ്പോൾ ഇതുവരെ ഇത് യൂട്യൂബിൽ ആരും ഞാൻ ചെയ്തിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സക്സസ് ആയിരുന്നു ഞങ്ങൾക്ക് റെസിപ്പി ഷെയർ ചെയ്യുന്നതിലും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, പച്ചമുളക്, മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ പുതിനച്ചപ്പ് എല്ലാം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ഇഞ്ചി വെളുത്തുള്ളിയിൽ മുഴുവനായിട്ട് ഉള്ളതാണെങ്കിൽ അതും ഈ അരക്കുന്ന ടൈം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചിക്കനിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരച്ച് വെച്ചത് ഉണ്ടാവേണ്ട അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് ചിക്കൻ മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി, കുരുമുളകല്ല കേട്ടോ, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഈ 3 പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഈ ഒരു ചിക്കനിലേക്ക് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിലും നമുക്ക് കുറച്ച് ഓയിൽ തന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം കുറച്ച് ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നിലും നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല. അപ്പം നമ്മളെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ചിക്കനിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 2 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മസാല എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഉള്ളീൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ ചിക്കൻ അധികം ഉള്ളി കുറച്ചായിട്ടാണ് ചേർക്കുന്നത്. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം, നമ്മൾ ക്രീമി ആയിട്ടുള്ളൊരു മസാലയല്ലേ ഇത്, അപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആവാനായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ ചിക്കൻ്റെ ഒരു നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ മസാല അല്ലെങ്കിൽ ഹരിയാലി മസാല നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ഉപ്പെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബണ്ണിലേക്കാണ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബണ്ണ് എന്ത് ചെയ്യുക, 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബണ്ണിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ബണ്ണിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മയോണൈസ് വേണമെങ്കിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ മസാലേനെ നല്ല ക്രീമി ആയിട്ടുള്ള മസാലയാണ്. എക്സ്ട്രാ മയോണൈസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ സ്ലൈസ് ടൊമാറ്റോയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ആരും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും വീഡിയോസായിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.